പോലീസ് സേനയിലെ വിവാദങ്ങളിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തി എന്നൊരു വാർത്ത കൂടി ഈ സമയം പ്രേക്ഷകരെ അറിയിക്കുകയാണ്. DGP അതൃപ്തി അറിയിച്ചതായി സൂചനയുണ്ട്. വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രിയും DGPയും തമ്മിൽ കോട്ടയം ഗസ്റ്റ് ഹൗസിൽ കൂടിക്കാഴ്ച നടത്തി. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകാം. മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോപണം നേരിടുന്ന ADGP MR അജിത് കുമാറും ഇന്ന് ഒരേ വേദി പങ്കിട്ടേക്കുമെന്ന വാർത്തയുണ്ട്. കോട്ടയത്ത് സംഘടിപ്പിച്ചിട്ടുള്ള പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിലാണ് ആരോപണ വിധേയനായ ADGPക്കൊപ്പം മുഖ്യമന്ത്രി വേദി പങ്കിടുക. ഇരുവർക്കും ക്ഷണമുള്ളത്. ആരോപണങ്ങൾ ഇത്രയധികം ഉയർന്നതിനാൽ ADGP പരിപാടിക്ക് എത്തുമോ എന്നുള്ളതിൽ വ്യക്തതയുമില്ല. PR പ്രവീണ നമുക്കൊപ്പം ചേരുന്നു. PR പ്രവീണ, കൂടിക്കാഴ്ച അവസാനിച്ചോ? നമുക്ക് ലഭിക്കുന്ന സൂചനകൾ എന്താണ്? നമ്മുടെ സോഴ്സ് എന്താണ് പറയുന്നത്? ഒന്ന്. രണ്ടാമത്തേത്, ഇന്ന് വൈകുന്നേരം ADGP എത്തുമോ? അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷ MLA ആരോപണം ഉന്നയിച്ച, ഗുരുതരമായ ആരോപണം ഉന്നയിച്ച ADGP മുഖ്യമന്ത്രിയുമായി വേദി പങ്കിടുക എന്ന ഒരു സാധാരണ കാഴ്ചയുണ്ടാകുമോ ഇന്ന്? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നൽകാനുള്ളത്, ADGP ഇപ്പോൾ പോലീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കാൻ, അതായത് മുഖ്യമന്ത്രിക്കൊപ്പം വേദി പങ്കിടുന്ന പരിപാടിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ വിവാദങ്ങൾ നിലനിൽക്കുമ്പോൾ മുഖ്യമന്ത്രി DGPയുമായുള്ള കൂടിക്കാഴ്ചയിൽ അതൃപ്തി അറിയിച്ച ശേഷവും അദ്ദേഹം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി അറിയേണ്ടത്, ADGPയും മുഖ്യമന്ത്രിയും DGPയുമായി കൂടിക്കാഴ്ച ഉണ്ടാകുമോ, മുഖ്യമന്ത്രിയും ADGPയുമായി കൂടിക്കാഴ്ച ഉണ്ടാകുമോ തുടങ്ങിയ വിഷയങ്ങളാണ് അറിയേണ്ടത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി DGPയുമായുള്ള കൂടിക്കാഴ്ചയിൽ തൻ്റെ അതൃപ്തി, അതായത് പോലീസ് സേനയിലെ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ADGP അടക്കമുള്ളവർക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ, അതും ഭരണപക്ഷ MLA തന്നെ ഉന്നയിച്ച സാഹചര്യത്തിൽ അതൃപ്തി അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന കൃത്യമായ വിവരം. രാവിലെ 9 മണി മുതൽ തുടങ്ങിയ കൂടിക്കാഴ്ചയാണ്. അത് ഏതാണ്ട് 40 മിനിറ്റിലേറെ നീണ്ടു എന്നുള്ളതാണ്. അത്രയും സമയം, അതായത് ADGP SP സജിത് ദാസിനെതിരെ നൽകിയ റിപ്പോർട്ട് അടക്കം മുഖ്യമന്ത്രി DGPയിൽ നിന്ന് വാങ്ങി വിശദമായി പരിശോധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം ADGPക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ടതിൻ്റെ വിശദാംശങ്ങളും അറിയിച്ചിട്ടുണ്ട്. ഇനി അറിയേണ്ടത്, എന്ത് നടപടി പോലീസ് സേനയ്ക്ക് ഒന്നാകെ കളങ്കമുണ്ടാക്കിയ, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെതിരെ മുഖ്യമന്ത്രിക്ക് തന്നെ നേരെ വിരൽ ചൂണ്ടുന്ന ആരോപണങ്ങൾ, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി അടക്കമുള്ളവർക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ, ഇതിൽ പോലീസ് സേനയിലെ 2 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമോ, ഉണ്ടാകുമെങ്കിൽ ആർക്കാകും ആദ്യ നടപടി ഉണ്ടാകുക തുടങ്ങിയ കാര്യങ്ങളിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. അത് വ്യക്തമാക്കേണ്ടത് ഇന്ന് ഈ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി തന്നെയാണ്. എന്തായാലും പോലീസ് അസോസിയേഷൻ യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുമ്പോൾ പോലീസ് സേനയിലെ കാര്യങ്ങൾ പറയാതെ പോകാൻ മുഖ്യമന്ത്രിക്കാകില്ല. എന്താകും മുഖ്യമന്ത്രി പറയുക? ADGPയും DGPയും വേദിയിലിരുത്തി അദ്ദേഹം എന്താകും പോലീസ് സേനയ്ക്കെതിരെ പറയുക എന്നുള്ളതും അതിനിർണായകമാണ്. എന്തായാലും 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ അതൃപ്തിയുണ്ട്. അത് പോലീസിന്റെ തലവൻ DGPയെ അദ്ദേഹം വ്യക്തമായി അറിയിച്ചിരിക്കുന്നു. നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാനാകാത്ത സാഹചര്യമുണ്ട് എന്നുള്ള കാര്യവും ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, PR പ്രവീണ, DGPയും ADGPയും തമ്മിൽ അല്പം അഭിപ്രായ വ്യത്യാസമുണ്ട് താനും, സ്വരച്ചേർച്ചയില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. തീർച്ചയായും ADGPയെ പിന്തുണച്ചുകൊണ്ട് റിപ്പോർട്ട് DGP ഘട്ടത്തിൽ കൊടുക്കാനുള്ള സാധ്യതയുമില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലേ? ADGPയും DGPയും തമ്മിൽ ഭിന്നസ്വരമുണ്ട്. ആ സാഹചര്യത്തിൽ എന്തായാലും DGP പൂർണ്ണമായും ADGPയെ പിന്താങ്ങിയുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തേക്കില്ല. മാത്രവുമല്ല, ഫോൺ ചോർത്തലടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷ MLAക്ക് നിൽക്കുന്നുണ്ട്. പോലീസ് സേനയെ ഒന്നാകെ സംശയം നിലനിർത്തുന്ന കാര്യങ്ങളിലേക്കും DGP കടക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മുഖ്യമന്ത്രി പോലീസ് അസോസിയേഷൻ യോഗം നടക്കുന്ന വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി അദ്ദേഹം അകത്ത് കയറുമ്പോഴാകും ADGPയെ കാണുക. അപ്പോൾ ഇനി എന്താകും തുടർ നടപടി എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.